Hello everyone. Welcome to Daily Newspaper Analysis provided by Island IAS Ignite Foundation. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 26 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, നമുക്ക് അത്യാവശ്യം നല്ലപോലെ ന്യൂസുകൾ ഉണ്ട്. ദെൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ചിലത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ആക്റ്റൊക്കെ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് നോക്കാം. നമ്മളിന്ന് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഹിന്ദുവിലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിലെ ന്യൂ ഓൺലൈൻ ഗെയിം ആക്ടിനെ കുറിച്ചാണ്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എക്സ്പ്ലെയിനിൽ സാൽവ ജുദുമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ഓപ്പോസിറ്റ് കാൻഡിഡേറ്റിനെ കുറിച്ച് നമ്മുടെ അമിത് ഷാ പറഞ്ഞിട്ടുള്ള ഒരു ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സാൽവ ജുദും ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഇന്ത്യ ജപ്പാൻ ടൈസിനെ കുറിച്ചൊരു ഓപ്പഡ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കോണ്ടക്റ്റ് ഒക്കെ ഗൈഡ് ലൈൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി സംസാരിച്ചിരുന്നു ഇന്നലെ. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ആയിട്ടുള്ള ഉദയഗിരി, ഹിമഗിരി, അതിൻ്റെയൊക്കെ ഇനോഗ്രൽ സെക്ഷൻ ആയിരുന്നു ഇന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഫിജിയുടെ ഒരു കോർപ്പറേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നോക്കാം. നമ്മുടെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂ ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് 2025 ഇത് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ലോകസഭയിൽ ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് റിയൽ മണി ഗെയിമുകളാണ് നമ്മൾ ബാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓൺലൈൻ ഗെയിമുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബാൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ നമുക്ക് നല്ലൊരു മെയിൻസ് ആൻസർ എഴുതാവുന്ന ഒരു രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണിത്. അപ്പോൾ നമ്മുടെ ഹിന്ദുവിലുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 20 ലോകസഭയിൽ ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 പാസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 20 അത് കഴിഞ്ഞിട്ട് രാജ്യസഭ പാസ്സാക്കി ഓഗസ്റ്റ് 22 നമ്മുടെ പ്രസിഡന്റ് സൈൻ ചെയ്തു. അങ്ങനെ ഇത് ഇപ്പോൾ നമ്മുടെ ആക്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് ഡാറ്റ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15,000 കോടിയോളം ഒരു വർഷത്തിൽ ഇന്ത്യൻസിന് ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് വഴിയായിട്ട് നഷ്ടമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ WHO ഇതിനെ സാധൂകരിച്ചുകൊണ്ട് പറയുന്നത് ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് മൂലം ആളുകളുടെ മെൻ്റൽ പ്രഷർ, അവരുടെ ഹെൽത്ത് മോശം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഓവറോൾ ഫാമിലി ലൈഫ് തന്നെ ഡിസ്റപ്റ്റ് ആവുന്നുണ്ട്. ഈ പറയുന്ന ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ, ഗാംബ്ലിംഗ് വഴിയൊക്കെ ആയിട്ട് ആളുകൾക്ക് മാനസികമായിട്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് WHO തന്നെ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോ പ്രകാരം ഈ പ്രാവശ്യത്തിൽ നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് പ്രകാരം ഈ ഓൺലൈൻ ഗെയിമിങ്ങിനെ 3 സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമിങ്ങിനെ 3 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പോർട്ടാണ്. സ്പോർട്സ് നോർമലായിട്ടുള്ള സ്പോർട്സ് ഐറ്റംസ്, ദെൻ സോഷ്യൽ ഗെയിമിംഗ്, അതുപോലെ തന്നെ റിയൽ മണി ഗെയിംസ് RMG എന്നിങ്ങനെയാണ് ഈ ഓൺലൈൻ ഗെയിമുകളെ ഈ ഒരു ആക്ട് പ്രകാരം തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സ്പോർട്സ് അതുപോലെ തന്നെ സോഷ്യൽ ഗെയിമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ റിയൽ മണി ഗെയിം ആയിട്ടുള്ള ഓൺലൈൻ ഗെയിമുകളെ ബാൻ ചെയ്യണമെന്നാണ് ഈ ഒരു ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സ്പോർട്സ് എന്നൊക്കെ പറയുന്നത്? നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിട്ട് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള സ്പോർട്സുകളെയാണ് നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നതാണ് കാര്യങ്ങളൊക്കെയാണ്. അതിനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ റിയൽ മണി ഗെയിമിങ്ങിന് പറയുന്നത്
നമ്മൾ ഓൺലൈനായിട്ട് കളിക്കുന്ന ഗെയിം, അതിനകത്ത് സ്കില്ല് അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനകത്ത് മണി ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്, ഇൻ കേസ് ബിറ്റ് കോയിനോ അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയോ ഏതെങ്കിലും രീതിയിൽ മണി ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിയൽ മണി ഗെയിമിംഗ് എന്നാണ് പറയുന്നത്. അതിനെ എല്ലാ തരത്തിലും നമ്മൾ ബാൻ ചെയ്യിക്കണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത് പോക്കർ, റമ്മി, അതുപോലെ തന്നെ ഫാൻറ്റസി, ക്രിക്കറ്റ്, ലുഡോ, ഈ പറയുന്നതൊക്കെ നമ്മുടെ RMGs ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട രൺബീർ കപൂർ, അമീർ ഖാൻ, അതുപോലെ തന്നെ ധോനി, ഇവരൊക്കെ പരസ്യം ചെയ്യുന്ന വലിയ വലിയ ആപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ബാൻ ചെയ്യണം എന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സ്പോർട്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എസ് എ ഗെയിം വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് അണ്ടർ നാഷണൽ സ്പോർട്സ് ആക്ട് 2025. അതുപോലെ തന്നെ ഇതിന് ഒരു റെഗുലേറ്ററി അതോറിറ്റിയും വെച്ചിട്ടുണ്ട്, ഇതിനെ ബാൻ ചെയ്തിട്ടില്ല. പക്ഷേ സോഷ്യൽ ഗെയിമിംഗ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സോഷ്യൽ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ ഗെയിമിംഗ് ആണ്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് വഴി ചെയ്യാവുന്ന ഗെയിമിങ്ങിനെയാണ് സോഷ്യൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. Under section of the bill, government can facilitate the development of availability of online games for recreation and educational purpose-നൊക്കെ വരുന്നതാണ് നമ്മുടെ സോഷ്യൽ ഗെയിമിങ്ങിലെ കാര്യങ്ങളിൽ വരുന്നത്. ദെൻ ഇതിൻ്റെ റെഗുലേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഓൺലൈൻ ഗെയിമിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിക്ക് 1 crore rupees ഫൈൻ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് 3 year ഇംപ്രിസ്മെൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ RMGസിൻ്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50 ലക്ഷം രൂപ ഫൈൻ, അതുപോലെ തന്നെ 2 year ഇംപ്രിസ്മെന്റ് ആണ്. ആ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ അവരുടെ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പുതിയ വേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഉണ്ട്, CERT ഇൻ. ഇത് പ്രകാരം ഇങ്ങനത്തെ ആപ്പുകളൊക്കെ ബാൻ ചെയ്യണം. ഇങ്ങനത്തെ ഉള്ള ആപ്പുകളൊന്നും നമ്മൾ പ്ലേ സ്റ്റോറിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാനായിട്ട് പാടില്ല, അങ്ങനെ ബാൻ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റെഗുലേഷൻസിൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. ദെൻ നമ്മുടെ IT മിനിസ്ട്രി അമെൻമെൻറ്റ് പ്രകാരം ഇതിന് കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് പറയാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മണി റിലേറ്റഡ് അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ബാൻ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കുറേ പെറ്റീഷൻസ് വന്നു. അതായത് ഇങ്ങനെ ആളുകൾ, പൈസ പോയ ആളുകൾ, കോടികളോളം പൈസ പോയ ആളുകൾ ഗവൺമെൻറ്റിന് ഇങ്ങനത്തെ സാധനങ്ങൾ, ആപ്പുകളൊക്കെ ബാൻ ചെയ്യണമെന്നുള്ള നല്ല രീതിയിലുള്ള പെറ്റീഷൻസ് വന്നു. അതൊരു കാര്യമാണ്. ദെൻ പിന്നെ പറയുന്നത് പാർലമെൻ്ററി പാനലിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു 2023. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഫണ്ടിങ്ങുകൾ, ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് വഴി വരുന്ന ഫണ്ടിങ്ങുകൾ ടെറർ ഫണ്ടിങ് ആണ്. അതുപോലെ തന്നെ ടെറർ ആക്ടിവിറ്റീസിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് ബാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ 2022 ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ മൊത്തത്തിലൊരു 2000 കോടിയോളം ടാക്സ് വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ ചൈനീസ് ആപ്പായിട്ടുള്ള ഫീവിൻ ഇങ്ങനെയുള്ളതൊക്കെ ഒരു 4000 കോടിയോളം ഇന്ത്യൻ ആളുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂൾ അക്കൗണ്ട്സ്, ക്രിപ്റ്റോ കറൻസി വാലറ്റ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഒരു 30,000 കോടിയോളം GST ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ ഇവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പറയുന്ന മണി ആപ്പുകളൊക്കെ വേണ്ടാന്ന് വെച്ച് ബാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഓൺലൈൻ ആപ്പുകൾക്ക് പ്ലേ സ്റ്റോറിലും ഇതിലൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, VPNs, അതുപോലെ തന്നെ ക്യാഷ് പ്ലേ, അങ്ങനെ അതർ മെക്കാനിസം വഴി അവർക്ക് ഇത് ക്രാക്ക് ചെയ്യാനും കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതിൽ നമ്മുടെ കോടതി ഈ ഒരു ആക്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതാണ് അടുത്തതിൽ പറയുന്നത്. അതായത് ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് ഇതൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ സെക്ഷൻ 34 അതുപോലെ തന്നെ 62 വരുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ, എക്സ്പെഷ്യലി തെലങ്കാന ആണ് ഫസ്റ്റ് 2020 ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിംഗ് അതുപോലെ ഗാംബ്ലിംഗ് ഒക്കെ ബാൻ ചെയ്തുകൊണ്ട് ലോ കൊണ്ടുവന്നു. ദെൻ ആന്ധ്രാപ്രദേശ് 2022 കൊണ്ടുവന്നു. ദെൻ തമിഴ്നാടും ഈ പറയുന്ന ഓൺലൈൻ ഇതൊക്കെ ബാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അഗെയിൻ ഒക്ടോബർ 2023 28% GST ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾക്ക് ഗവൺമെൻറ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന റണ്ണിങ് ആപ്പുകൾ ഉണ്ടല്ലോ, ഗാംബ്ലിംഗ് ആപ്പുകളായ റമ്മി, അതുപോലെ തന്നെ ഫാൻറ്റസി, സ്പോർട്സ്, പോക്കർ, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്കിൽ ബേസ്ഡ് ആണോ അതിലോ അല്ലാത്ത രീതിയിലോ അതാണോ എന്നുള്ള സുപ്രീം കോടതിൻ്റെ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ലോ എത്രത്തോളം
വാലിഡേറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നേരത്തെ എന്താ പറയുക, നമ്മുടെ റമ്മി അതുപോലെ തന്നെ ഫാൻറ്റസി സ്പോർട്സിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഈ പറയുന്ന റമ്മി ഇതൊന്നും ഗ്യാംബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ കൂട്ടാനായിട്ട് പറ്റില്ല എന്നൊരു ജഡ്ജ്മെൻ്റ് ഒക്കെ വന്നിരുന്നു. ദെൻ ക്രിട്ടിക്സ്, ഇതിൻ്റെ ഈ ഒരു ഗെയിമിങ്ങിൻ്റെ ക്രിട്ടിക്സ്, ഈ പറയുന്ന ആപ്പ് കമ്പനികൾ ഉണ്ടാവുമല്ലോ, അവർ പറയുന്നത് ആർട്ടിക്കിൾ 19(1) പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19(1) പ്രകാരം ഒരു ഏതൊരു ആൾക്കും എന്താ പറയുന്നത് റൈറ്റ് ടു ട്രേഡ് ആൻഡ് ഓക്യുപ്പേഷൻ ഉണ്ട്. അപ്പം അതിനുള്ള ലിമിറ്റേഷനാണ് ഈ ഒരു ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് സെക്കൻഡ് ന്യൂസ് ആർട്ടിക്കിൾ വരുന്നത് നമ്മുടെ സാൽവ ജുദും ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയുടെ, ഇപ്പോൾ റൂളിംഗ് പാർട്ടിയുടെ ഓപ്പോസിഷൻ പാർട്ടിയുടെ VP കാൻഡിഡേറ്റ് ആണ് ജസ്റ്റിസ് B. സുന്ദരേശൻ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ജസ്റ്റിസ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം 2011 വിധി പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് കേസായിരുന്നു നളിനി സുന്ദരൻ വിസസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ആ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ സാൽവ ജുദും റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ എന്താണ് സാൽവ ജുദും, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ സാൽവ ജുദും എന്ന് പറയുന്നത് ട്രൈബൽ യൂത്ത്, ഛത്തീസ്ഗഡിലെ ട്രൈബൽ യൂത്തിന് ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ആക്കി കൊടുത്തിരുന്ന ഒരു പ്രോഗ്രാമാണ് സാൽവ ജുദും എന്ന് പറയുന്നത്. ഇത് വേണ്ട എന്ന് വെച്ച് സുപ്രീം കോടതി കോടതി വിധി വന്നിരുന്നു. അത് സൈൻ ചെയ്ത ആളാണ് നമ്മൾ ഈ പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ അമിത്ഷാ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നത് ആ ഒരു ജഡ്ജ്മെന്റ് വന്നതുകൊണ്ടാണ് നക്സലിസം ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ 2020 തന്നെ നക്സലിസം അവസാനിപ്പിക്കാനായിട്ട് ഗവൺമെന്റിന് പറ്റിയിരുന്നേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സാൽവ ജുദും എന്ന് അറിഞ്ഞാലല്ലേ എങ്ങനെയാണ് ഇത് നക്സലിസത്തിനെ അവസാനിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സാൽവ ജുദും എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2000 കാലഘട്ടത്തിൽ, അതുപോലെ അതായത് 2005 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡ് പറയുന്ന സ്റ്റേറ്റുകൾ ട്രൈബൽസ് ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റുകളിൽ നക്സലിസം കൂടുതലായിരുന്നു. ഈ നക്സലൈറ്റുകൾ സാധാരണ ആളുകളെയും ട്രൈബൽസിനെയും നല്ല രീതിയിൽ കൊന്നൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റുകൾ എന്തായിരുന്നു, മാവോയിസ്റ്റ് ഇൻസർജൻസീസ് കൂടുതലായിരുന്നു. ഏറ്റവും കൂടുതൽ ഇത് വേഴ്സ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്തൊരു സ്റ്റേറ്റ് ആയിരുന്നു ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആയിരുന്നത് BJP ആയിരുന്നു, സെൻട്രലിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഛത്തീസ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്സൽസിന് എതിരായിട്ട് ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിനെ ഫോം ചെയ്തു. അവരാണ് സാൽവ ജുദും എന്ന് പറയുന്നത്. പീസ് മാർച്ച് ഇൻ ഗോണ്ടി എന്നാണ് പറയുന്നത്. അതായത് മൊബിലൈസ്ഡ് ലോക്കൽ വില്ലേജസ് ഇൻ ടു ആംഡ് ഗ്രൂപ്പ് ഓഫ് SBOs, ഓൾസോ നോൺ ആസ് കോയ കമാൻഡോസ്. ആ ഒരു നക്സലൈറ്റ് ഇത് പ്രകാരം ആളുകൾ സ്വന്തക്കാരൊക്കെ മരിച്ചു പോയിട്ടുള്ളതും അല്ലെങ്കിൽ ഇതിന് റെഡി ആയിട്ടുള്ള ട്രൈബൽ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ പിടിച്ചിട്ട് ആ ഒരു ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതെന്ന് പറയുന്നത് മെയിൻലി ട്രൈബൽ യൂത്ത് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഒരു 18 ഇയേഴ്സിന് താഴെയുള്ള ആളുകളാണ് വരുന്നത്. ലിമിറ്റഡ് എഡ്യൂക്കേഷനുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് പോലീസ് ആക്ട് 2007 സ്പെഷ്യൽ ആക്ട് പ്രകാരമൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ദെൻ ഇവർക്ക് ഫയർ ആംസ് ഉപയോഗിക്കാനായിട്ടുള്ള സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് അതിനായിട്ടുള്ള അസിസ്റ്റൻസുകൾ കൊടുത്തു. അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കേസ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007 നളിനി സുന്ദർ, അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള രാമചന്ദ്രൻ ഗുഹ, ഫോർമർ IAS ഓഫീസറായിട്ടുള്ള EAS സറം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അതായത് ഇങ്ങനെ ഈ സാൽവ ജുദുമിനെ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഒരു 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളുകളാണ്, ട്രൈബൽ ആളുകളാണ്. ഇതൊക്കെ എന്താണ്, ഹ്യൂമാനിറ്റിക്ക് എതിരാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ്സിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ്, കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണെന്നുള്ള രീതിയിൽ ഇവർ കേസ് കൊടുത്തു. അങ്ങനെ പെറ്റീഷൻസ് വന്നത് കാരണം സുപ്രീം കോടതി ഈ കേസ് എടുത്ത് ഇതിനുള്ള വിധി വരുമായിരുന്നു. പക്ഷെ ഗവൺമെന്റ് ഇതിന് കൊടുത്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ആ ആളുകൾ കൊടുത്തിരിക്കുന്ന ആംസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സെൽഫ് ഡിഫറൻസിന് വേണ്ടിയിട്ടാണ്. അവരത് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡായിരുന്നു ഗവൺമെന്റിന്റെ.
പക്ഷേ സുപ്രീം കോടതി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർട്ടിക്കിൾ 14 ഒക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തീരുമാനപ്രകാരം ഈ പറയുന്ന സൽവ ജുദും നിർത്താനായിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നു. അങ്ങനെ സൽവ ജുദും എന്ന് പറയുന്നത് 2011 ആ ഒരു ഇത് പ്രകാരം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞ ആളാണ് നമ്മുടെ ജസ്റ്റിസ് ബി സുന്ദരേഷൻ റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സൽവ ജുദും എന്ന് പറയുന്നത്. സൽവ ജുദും കാരണം 2020 നക്സലൈറ്റ് എന്ന് പറയുന്ന സംഭവം, നക്സലൈറ്റ്സ് മൂവ്മെന്റ്സിനെ ഒതുക്കാൻ പറ്റുമായിരുന്നു എന്നാണ് നമ്മുടെ മിനിസ്റ്റർ അമിത്ഷാ പറഞ്ഞിട്ടുള്ള കാര്യം. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒപ്പഡാണ് ഹിന്ദുവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ ജപ്പാൻ്റെ ടൈസ് ഡീപ്പൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇന്ത്യ ജപ്പാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അലൈ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ട്രംപിൻ്റെ ഇഷ്യൂസ് ഒക്കെ കാരണം നമ്മുടെ ഏഷ്യൻ കൺട്രീസ് ഒക്കെ ആയിട്ടുള്ള ടൈസ് കൂടുകയാണ്, ചൈന ആയിട്ടുള്ള ടൈസ് ഒക്കെ കൂടുകയാണ്. ജപ്പാൻ നമ്മുടെ പണ്ട് മുതലേ ഉള്ളൊരു ഓൾഡ് പാർട്ട്ണറാണ്. ബട്ട് ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് കൂടുകയാണ്. കൂടുതൽ തരത്തിൽ നമ്മൾ ജപ്പാനുമായിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ ഒരു $68 ബില്യൺ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് മെയിൻലി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇൻഫ്രാസ്ട്രക്ചർ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ക്ലീൻ എനർജി ടെക്നോളജി പാർട്ണർഷിപ്പ്, ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇത് ജപ്പാൻ ഉദ്ദേശിക്കുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജപ്പാൻ നമുക്കറിയാം ടെക്നോളജിക്കലി ഹൈ ആയിട്ടുള്ള കൺട്രിയാണ്. നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ട് 2060 നമ്മൾക്ക് എത്താൻ പോകുന്ന ടെക്നോളജിയാണ് ജപ്പാനിലുള്ളത്. അത്രയും ടെക്നോളജിക്കലി ഹൈ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ E10 സീരീസിൽ വരുന്ന ഷിൻഖാൻസെൻ ഫോർ ദ മുംബൈ അഹമ്മദ് സ്പീഡ് റെയിൽ കോറിഡോറിലൊക്കെ നമുക്ക് ഈ ടെക്നോളജി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 2008 ഇന്ത്യ ജപ്പാൻ തമ്മിലുണ്ടായിരുന്ന ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു ഫോർ സെക്യൂരിറ്റി കോർപ്പറേഷൻ, അതുപോലെ തന്നെ റീഓറിയൻറ്റിംഗ് ദെയർ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ണർഷിപ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് കണ്ടംപററി റിയാലിറ്റീസ്. നമ്മുടെ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ആയിരുന്നു ജപ്പാനിലായിട്ടുള്ള ആ ജോയിൻറ്റ് ഡിക്ലറേഷൻ 2008. അപ്പോൾ നമ്മൾ അതിനെ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെ നമ്മൾ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകുവാണ്. ഇവിടെ നമ്മുടെ എക്കണോമിക് അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ ഡീപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ്, ക്രിട്ടിക്കൽ മിനറൽസ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ക്ലീൻ എനർജി, ഈ പറയുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ജപ്പാനുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കൂട്ടാനായിട്ട് നോക്കുക എന്നാണ് ഈ ഒരു ഒപ്പഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇന്ത്യ പസഫിക് ഏരിയയിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ മാരിടൈം സെക്യൂരിറ്റിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് വരുന്ന ഒരു കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ദെൻ ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ പറയുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ജപ്പാൻ്റെ ഒരു സപ്പോർട്ട് അതിനകത്ത് ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ദെൻ അങ്ങനെയുള്ള കോർപ്പറേഷൻ കാര്യങ്ങളാണ്. ബിയോണ്ട് എക്കണോമിക്സ് ആൻഡ് ഡിഫൻസ് ദർ ഈസ് എ ബ്രോഡർ പൊളിറ്റിക്കൽ സിഗ്നൽ എംബഡഡ് ഇൻ ദ വിസിറ്റ്. By stepping up its engagement with India, Japan is not just diversifying its economic footprint, but is also reinforcing the idea that dedicated long-term cooperation can deliver tangible outcome. അതായത് ഇന്ത്യയും ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് അലൈസ് ആണ്. നമ്മൾ അതുമായിട്ടുള്ള ടൈസ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ നോക്കുവാണ്. മെയിൻലി എക്കണോമിക് ആൻഡ് ഡിഫൻസ് കാര്യങ്ങളാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ജപ്പാൻ ഇതിനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് ഈ ഒരു ഒപ്പഡിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ വരുന്നത് എബൌട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കോണ്ടക്റ്റിനെ കുറിച്ച് നമ്മുടെ സുപ്രീം കോടതി ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ്. അതായത് ഓൺലൈനായിട്ടുള്ള ടോക്ക് ഷോകൾ, അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ, പ്രോഗ്രാമുകളിലൊക്കെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വുമൺസ്, അങ്ങനെയുള്ള കുറേ ആളുകളെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് അതൊരു കോമഡി എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് ഈ ഒരു ആളുകൾക്ക് നല്ല രീതിയിൽ ഹേർട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കേസ് വരുന്നത് സമയ് റെയ്ന എന്ന് പറയുന്നൊരു കൊമേഡിയൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോക്ക് ഷോയിൽ
കോമഡി ആയിട്ടാണ് പറഞ്ഞത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച്. പക്ഷെ ആ പറയുന്ന കോമഡി പറയുന്ന ആളുകൾക്ക് ഓക്കെയാണ്, പക്ഷെ അത് ഓപ്പോസിറ്റിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫ്രീ സ്പീച്ചിനെ തടയാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഓപ്പോസിറ്റുള്ള ആളുകളെ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ജഡ്ജിമാർ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമുക്ക് നോക്കാം. അതായത് സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ ഷോസിൽ, പോഡ്കാസ്റ്റ്, അതുപോലെ തന്നെ നാഷണൽ പോഡ്കാസ്റ്റ്, ഡിജിറ്റൽ അസോസിയേഷൻസ്, അങ്ങനെ എല്ലാ ഷോകളിലും നമ്മൾ പറയുന്ന സംസാരത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ബോധം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റിസ് ജോയ് മലിയ ബർജി പറയുന്നത്, വെൻ യു ആർ commercializing free speech, you should also bear in mind not to hurt sentiments of certain sections of society. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളെയും കൂടി നോക്കണം. അതുപോലെ തന്നെ അവരുടെ സെന്റിമെന്റ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള ടോക്കൊന്നും പറയാനായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സോഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെ മുൻപിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്തു വരുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോമഡി ആയിട്ട് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ ഹേർട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ഒന്നുകൂടി പിൻവലിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്പീച്ചസ് നടത്തുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത്, ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഡിസേബിൾഡ് ആളെ കുറിച്ചാണെങ്കിൽ നാളെ സ്ത്രീകളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും അങ്ങനെയൊക്കെ പറയും. ദെൻ അത് കഴിഞ്ഞ് വേറെ ആളുകളെ കുറിച്ചും ഇങ്ങനെ കോമഡി ആയിട്ട് പറയാനായിട്ട് പോകും. അങ്ങനെ തുടങ്ങുന്നത് അപ്പോൾ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയ കൂടി എന്തും പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ തകർത്തുകൊണ്ട് എന്നും പറയാമെന്നുള്ള രീതിയിലുള്ള സ്പീച്ച് ശരിയല്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് മോഡ് ഓഫ് കണ്ടക്റ്റ് ഗൈഡ് ലൈൻസുകൾ ഇതിന് വേണ്ടിയിട്ട് പാർലമെന്റ് കൊണ്ടുവരണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിനകത്ത് പറഞ്ഞത് ഇത് ഒരിക്കലും നമ്മുടെ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർട്ടിക്കിൾ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷെ ഈ പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, അത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ സ്പീച്ച് അതുപോലെ തന്നെ ഹർട്ട്ഫുൾ സ്പീച്ചിൻ്റെ ഒരു ഇടയിൽ വരുന്ന കാര്യമായിരിക്കണം. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു സ്പീച്ചല്ല. എന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആളുകളോട് പറയാനായിട്ട് പറ്റണം. അപ്പോൾ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത്, ഒരു 2 years മുമ്പ് കടുവ ഫിലിം റിലീസായ സമയത്ത് ഇതേപോലെ കുറച്ച് ഓട്ടിസം പോലെ അങ്ങനെയുള്ള രോഗങ്ങളുള്ള കുട്ടികളെ കുറിച്ച് അവർ ആ മൂവിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദെൻ അതിനെതിരെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് പൃഥ്വിരാജൊക്കെ മാപ്പ് പറയുകയും അതിനുശേഷം ആ ഭാഗം TV-യിൽ നിന്ന് ആ ഒരു മൂവിയിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അസുഖങ്ങളും ഇതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അത് അവർക്ക് നല്ല രീതിയിൽ ഹേർട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനത്തെ തരത്തിലുള്ള സ്പീച്ചുകൾ നമ്മൾ നടത്താനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ ഈ ഒരു ഇതിലൂടെ സുപ്രീം കോടതി പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ വരുന്നത് നമ്മുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ആയിട്ടുള്ള ഉദയഗിരി അതുപോലെ തന്നെ ഹിമാദ്രി എന്ന് പറയുന്നതിനെ നേവിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റെൽത്ത് ടെക്നോളജിനെ കുറിച്ച് ഞാൻ നാളൊരു മിസൈൽസ് റിലേറ്റഡ് കാര്യം പറഞ്ഞിരുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ് എന്താണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത്. അതായത് എനിമി രാജ്യത്തിൻ്റെ റഡാർ സിസ്റ്റം അതുപോലെ തന്നെ അങ്ങനെയുള്ള എയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് മുതൽ അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിന് പോലും കണ്ടുപിടിക്കാത്ത രീതിയിൽ വരുന്ന ടെക്നോളജീനെയാണ് നമ്മൾ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. ഡിസൈൻ ടു ഇവേഡ് ഡിറ്റക്ഷൻ ബൈ മിനിമൈസിങ് സിഗ്നേച്ചർ ലൈക്ക് റഡാർ ക്രോസ് സെക്ഷൻ ഹീറ്റ് ആൻഡ് നോയ്സ് മേക്കിംഗ് ദം ഹാർഡ് ടു ട്രാക്ക് ആൻഡ് ടാർഗറ്റ്. ഈ സ്റ്റെൽത്ത് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വാർഷിപ്പുകളാണ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊജക്റ്റാണ് Project 17A എന്ന് പറയുന്നത്. Both frigates are part of Project 17A program which focused on building advanced stealth frigates. ഇതുവഴി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 2 ഫ്രിഗേറ്റ്സുകളാണ്. ഒന്ന് INS ഉദയഗിരി, മറ്റൊന്ന് INS ഹിമഗിരി എന്ന് പറയുന്നത്. പ്രൊജക്ട് 17A പ്രകാരം നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഷിപ്പ് എന്ന് പറയുന്നത് INS ഹിമഗിരി ആണ്. രണ്ടാമത്തതാണ് INS ഉദയഗിരി എന്ന് പറയുന്നത്. INS ഉദയഗിരി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മസഗോൺ ഡോപ്പ് ഷിപ്പ്യാർഡാണ്. അതുപോലെ തന്നെ ഹിമഗിരി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്
ഗാർഡൻ റീച്ച് ബിൽഡേഴ്സ് കൊൽക്കത്ത ആണ്. ഈ ഉദയഗിരി എന്ന് പറയുന്ന INS ഉദയഗിരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ 100ാമത്തെ വെസലാണ്, ബിൽഡ് ചെയ്തിരിക്കുന്ന 100ാമത്തെ വെസലാണ്. ദെൻ ഇത് ഇപ്പം എന്താണ് നമ്മുടെ ആർമിയിലോട് അല്ല നേവിയുടെ ഇതുമായിട്ട് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേവി അതിനെ ഏറ്റെടുക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ്. അങ്ങനെ INS ഉദയഗിരി അതുപോലെ തന്നെ ഹിമഗിരിയും നമ്മുടെ നേവിയുടെ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഹെൽത്ത് ഫ്രിഗേഡ്സ് എന്ന് അറിയണം, പ്രൊജക്ട് 17A എന്താണെന്ന് അറിയണം, അതിൻ്റെ ഭാഗമാണ് INS ഉദയഗിരി, അതുപോലെ തന്നെ INS ഹിമഗിരി എന്നും അറിയണം. നമ്മുടെ പ്രിലിംസിൽ നമുക്ക് എഴുതാവുന്ന 2 പോയിന്റ്സുകളാണ് ഈ ഒരു ന്യൂസിലൂടെ നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇന്ത്യ ഫിജി കോൾ ഫോർ ഓപ്പൺ ഇൻഡോ പസഫിക് റീജിയൻ. നമ്മുടെ ഫിജിയുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്നു. അപ്പോൾ ഇന്ത്യ ഫിജിയും തമ്മിലുള്ള ബയലാറ്ററൽ കോർപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് റിലേറ്റഡ് വന്നിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മൾ ഇന്ത്യയും ഫിജിയും ആയിട്ടുള്ള എക്കണോമിക് അതുപോലെ തന്നെ സെക്യൂരിറ്റി എല്ലാ വിധത്തിലുള്ള കോർപ്പറേഷൻസ് കൂട്ടാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് ഫിജി സ്ട്രോങ്ലി സപ്പോർട്ട് എ ഫ്രീ ഓപ്പൺ ഇൻഡോ പസഫിക് റീജിയൻ ആസ് ബോത്ത് സൈഡ്സ് ഡിക്ലെയർ ദാറ്റ് ഇന്ത്യ വുഡ് വർക്ക് ടു ബിൽഡ് കപ്പാസിറ്റി ഫോർ ആംഡ് ഫോഴ്സസ് ഓഫ് ഫിജി. ഫിജി എന്ന് പറയുന്നൊരു ഐലൻഡ് നേഷനാണ്. അപ്പോൾ ആ ഒരു ഇൻഡോ പസഫിക് റീജിയനിലുള്ളൊരു ഐലൻഡ് നേഷനാണ് ഫിജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നേഷൻ്റെ ഒരു കോർപ്പറേഷൻ ഇന്ത്യക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫിജി എന്ന് പറയുന്ന ഒരു ഐലൻഡ് നേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രിയുടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ പൈസ ഡെപ്പോസിറ്റിങ് കാര്യങ്ങളൊക്കെ അവർക്കും ആവശ്യമാണ്. അപ്പോൾ 2 ആളുകൾക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ വരുന്ന ഒരു കോർപ്പറേഷനാണ് ഇതുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 2 സൈഡ് എഗ്രീഡ്, നമ്മുടെ UN പീസ് കീപ്പിംഗ് മിഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 2 കൺട്രീസും എഗ്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി, മെഡിസിൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈഡ് ഷിപ്പിംഗ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ഫിജിയൻ മിലിറ്ററി ഫോഴ്സസ്. അതായത് ഒരു ഐലൻഡ് നേഷൻ ആയതുകൊണ്ട് തന്നെ അവരൊരു ചെറിയ കൺട്രിയാണ്, അവർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അവരുടെ മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മളവിടെ ഒരു പോർട്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ ബിൽഡ് ചെയ്താനായിട്ട് പോകുന്നുണ്ട്. വെൽക്കം ദ പ്ലാനിംഗ് പോർട്ട് കോൾഡ് ബൈ ഇന്ത്യൻ നേവൽ ഷിപ്പ് ടു ഫിജി വിച്ച് വിൽ എൻഹാൻസ് മാരിടൈം കോർപ്പറേഷൻ അതുപോലെ തന്നെ ഇൻട്രോപ്രെഡബിലിറ്റി. ദെൻ സ്ട്രെങ്തൻ കോർപ്പറേഷൻ അഗെയിൻസ്റ്റ് ടെററിസം, റിറ്റീരിയേറ്റഡ് കണ്ടാമിനേഷൻ ഫോർ ദ ടെറർ അറ്റാക്ക് ഇൻ പഹൽഗാം. പഹൽഗാമിൽ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഈ പറയുന്ന പഹൽഗാം അറ്റാക്കൊക്കെ ദുഃഖകരമാണ് എന്നൊക്കെ ഫിജിയൻ പ്രൈം മിനിസ്റ്റർ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ഒരു ഡിഫൻസ് വിങ് നമ്മുടെ ഹിജിയൻ ക്യാപിറ്റലായിട്ടുള്ള സുവായിൽ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തതിന് ഇതിനെ സുവ മിഷൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിങ്ങിൽ ഇവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ന്യൂ ഓൺലൈൻ ഗെയിം ആക്ട് 2025 കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സാൽവ ജുദും ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്. അത് പറയാനായിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമ്മൾ ഇന്ത്യ ജപ്പാൻ ആയിട്ടുള്ള കോർപ്പറേഷൻ ടൈസ് കൂട്ടാനായിട്ട് പോവാണ്. ദെൻ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സുപ്രീം കോടതി സോഷ്യൽ മീഡിയ കോണ്ടക്റ്റിനെ കുറിച്ചൊരു ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരുന്നു. ദെൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ആയിട്ടുള്ള നീലഗിരി അതുപോലെ തന്നെ ഹിമഗിരിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് അറ്റ് ദ ലാസ്റ്റ് ഇന്ത്യ ഫിജി തമ്മിലുള്ളൊരു കോർപ്പറേഷൻ ഇതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും രണ്ടിലെയും ന്യൂസസ് കവർ ചെയ്യുന്നുണ്ട്. ചില ന്യൂസുകൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരിക്കാം കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ടോപ്പിക്സിൻ്റെ ആ ഒരു ഇതനുസരിച്ചും അന്നത്തെ ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻസ് എല്ലാവരും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും കമൻറ്റുകൾ എല്ലാം ചെയ്യുക. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരേക്കും ബൈ.